ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന സ്പോർട് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഞാൻ വെളുപ്പിന് 3:30 നിങ്ങളെ കണ്ടാണ്. നിങ്ങൾ കാണാ ഇല്ലെങ്കിൽ മടങ്ങില്ലല്ലോ, എല്ലാം പരിഹരിച്ചല്ലോ, ഇല്ലെങ്കിൽ മടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് വെളുപ്പാൻ കാലത്ത് 2 മണിക്ക് ഞങ്ങളുടെ യോഗം തീർന്ന് എല്ലാം പരിഹരിച്ചു. ഈ ലിസ്റ്റ് ഇന്നിറങ്ങും. അല്ല, അത് 5 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടൊന്നുമില്ല. 5നും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDFന്റെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDFന്റെ ഇന്ന് തീരുമാനം. അല്ല, അത് അനൗൺസ് ചെയ്യും പറയാ. അല്ല, അതൊക്കെ അനൗൺസ് ചെയ്യും പറയാം. ഞാൻ അതിൻ്റെ അകത്ത് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിലേക്കും അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ 2 മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അത് പ്രഖ്യാപിക്കും. അത് നിങ്ങൾ തന്നെയല്ല എല്ലാ ദിവസവും വാർത്ത ഉണ്ടാക്കുന്നത്. അതിന് എല്ലാത്തിനും ഞാനെങ്ങനെ മറുപടി പറയണം? അല്ല, അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് അനൗൺസ് ചെയ്യാൻ പറയാം. ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പറയാതെ അതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഓരോ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അറിയാലോ. കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ പോരെ, നേരം വെളുത്തല്ലേ. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയണം? അല്ല, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങളെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ പറയും? നിങ്ങൾ കുറെ ദിവസമായല്ലോ. ഞാൻ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എന്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതെന്താ, അതൊരു വാർത്തയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ കടന്നു. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തോടുകൂടി കേരളത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് നടത്തി അദ്ദേഹം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. അത് അപ്പം ഞാൻ ചോദിച്ചല്ലോ, വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ രാവിലെ പറയും സുധാകരൻ മത്സരിക്കില്ല, ഉച്ചയാവുമ്പോൾ നിങ്ങൾ പറയും സുധാകരൻ മത്സരിക്കും. നിങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തതിന് ഞാൻ നിങ്ങളെ കളിയാക്കൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ വാർത്തകളില്ല. അതുകൊണ്ടാണ് എന്തെല്ലാം വലിയ കലാപമാണ് CPM നടക്കുന്നത്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കും, വേണമെങ്കിൽ കുറച്ചുകൂടി വിസ്മയം ഉണ്ടാക്കി തരാം. ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉപരിയായിട്ട് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിക്കേണ്ടത്. അതെങ്ങനെ? എന്ത് കണക്കിലാ? അല്ല, ആ കണക്കെന്ന് പറഞ്ഞേ എന്ത് കണക്കിലാണ് അത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ വെയിറ്റ്. ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ വിസ്മയങ്ങളെ കൂടി ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. 1. 2, ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ, ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് അവരുടേതായ വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമാണ് വൈകിയത്. 48 മണിക്കൂറിനകം, അതായത് 2 ദിവസങ്ങൾക്കകം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 95 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് ഞാൻ മടങ്ങി വരുന്നു. കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതായത് 2 ദിവസം കൊണ്ട് 95 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 50ലധികം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂറിൽ ആദ്യം അവർക്ക് എത്താൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. മിനിയാന്ന് നടക്കേണ്ട അതിന്റെ ആദ്യത്തെ ദിവസം നടക്കേണ്ടതാണ് മിനിയാന്ന് നടന്നത്. മിനിയാന്ന് നടക്കേണ്ട കാര്യമാണ് ഇന്നലെ നടന്നത്. ഇന്നത് പ്രഖ്യാപിക്കും. എന്താണ് വൈകിയത്? അല്ല, എവിടെയാണ് വൈകിയത്? ഇനി പറഞ്ഞല്ലോ, അതല്ലേ കണക്ക്. ആദ്യത്തെ ദിവസം നടന്നില്ല, കാരണം അവരെത്തിയില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിലെത്തിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ 2 ദിവസം എനിക്കത് അറിയണം. 2 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ട് അത് വൈകി. ഇപ്പോഴും CPMന്റെ തീർന്നിട്ടുണ്ടോ? LDFന്റെ പല കക്ഷികളുടെയും തീർന്നിട്ടില്ലല്ലോ. ഞങ്ങൾ 140 സീറ്റുകൾ ഘടകകക്ഷികളുടെ ഇടയിൽ ഒരു അപസ്വരമില്ലാതെ, നിങ്ങൾക്കൊരു വാർത്തയ്ക്ക് പോലും സ്കോപ്പില്ലാതെ, അതല്ല, ഞങ്ങൾ വിഭജനം നടത്തിയല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അപസ്വരം പോലും ഇല്ലാതെ വിഭജനം നടത്തി. ഇല്ലേ? നിങ്ങളെന്താണ് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, മറ്റവരിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കും എന്നൊക്കെ ഒരു വാദം. എന്തെങ്കിലും ഒരു അപസ്വരം UDFൽ ഇല്ലാതെ
അതിമനോഹരമായി ടീം UDF എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങളെല്ലാം പറയാറുണ്ടല്ലോ, ആ ടീം UDF ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു അവസരവും ഇല്ലാതെ ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളും ഞങ്ങൾ പങ്കിട്ടെടുത്തു ആണല്ലോ. കോൺഗ്രസ് 2-3 ദിവസം എന്നല്ല, ഒരു ദിവസം നടന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് സുഖമില്ലാതായതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. 2 ദിവസം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയാക്കി. എന്നിട്ട് ഇനി വൈകി പിടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? LDFന്റെ ഇനി എത്ര സ്ഥാനാർത്ഥികളെ LDFന്റെ പൂർത്തിയാക്കാനുണ്ട്, UDFന്റെ എത്രയുണ്ടെന്ന് നോക്കുക. അപ്പൊ ആരാണ് ആദ്യം പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. UDF എന്ന് പറയുമ്പോഴും പല മണ്ഡലങ്ങളിലും ഒരേ മണ്ഡലങ്ങളിൽ തന്നെ 2 സ്ഥാനാർത്ഥികളെ ഇതിനകം പോസ്റ്റർ അടിച്ചിറക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും അതൊന്നും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അതൊക്കെ എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും. എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, CPMൽ ഈ പ്രാവശ്യം ഉണ്ടായ കലാപം പോലെ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ അത് മറച്ചുപിടിക്കാൻ നോക്കുകയാണ്. CPMൽ ഉണ്ടായിരിക്കുന്ന കലാപം എന്താ? ആ പാർട്ടി, ഞങ്ങളൊന്നും കേഡർ പാർട്ടി എന്നല്ല, ജനാധിപത്യ പാർട്ടിയാണ്. പോക്കറ്റിൽ നിന്ന് ഒരാളെടുത്ത് കടലാസെടുത്ത് ഇതൊക്കെയാണ് സീറ്റുകൾ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നത് കൈയടിക്കുന്ന ആളൊന്നുമല്ല. ED സതീശനായാലും സണ്ണി ജോസഫായാലും ഏകപക്ഷീയമായ ഒരു കാര്യം പറയാൻ നടക്കില്ല എന്ന് പറയാനുള്ള ഒരുപാട് ആളുകളുള്ള പാർട്ടിയല്ല ഞങ്ങളുടെയൊക്കെ. ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്ന പാർട്ടിയാണ്. കേഡർ പാർട്ടി എന്നറിയപ്പെടുന്ന CPMൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ കലാപം എന്താണ്? അതുമായിട്ട് താരതമ്യം ചെയ്ത എന്തെങ്കിലും സംഭവം UDFലോ കോൺഗ്രസിലുണ്ടോ? എത്തരത്തില് ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി. എന്താ കാര്യം? ഒന്ന്, ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം പ്രതിഫലിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇതാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ലോക്കലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ സർക്കാരിനാണ് ജനങ്ങൾ നോക്കുന്നത്. ആ സർക്കാരിനെതിരായ അതിശക്തമായ വിധിയെഴുത്തുണ്ടാവും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായ മാറ്റം എന്താ? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നരയിൽ, അതായത് കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളുടെ കൂടെ പിന്തുണയോടുകൂടി CPMൽ നടക്കുന്ന കലാപമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് CPM തകർന്നതെങ്കിൽ ഇവിടുത്തെ ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPM തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ആകെ ഒരു MB രാഘവനോ ഒരു ഗൗരിയമ്മയോ പണ്ടൊരു ഒറ്റപ്പെട്ട പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ CPMൽ ഉണ്ടായിരിക്കുന്ന ഒരു ജില്ലയിലല്ല, വ്യാപകമായി ആലപ്പുഴയിലും പാലക്കാടും കണ്ണൂരും കാസർഗോഡും വ്യാപകമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPMലെ മുതിർന്ന നേതാക്കൾ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടം, പത്രസമ്മേളനങ്ങളിൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് അവർ മുഖ്യമന്ത്രിയെയും അവർ CPM നേതൃത്വത്തെയും വിമർശിക്കുന്നത്. സ്വജനപക്ഷപാതവും തോന്നിയവാസവും അഴിമതിയും ആണ് ഈ 10 കൊല്ലം CPMൽ നടന്നത് എന്ന് അവർ അടച്ചാക്ഷേപിക്കുകയാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും, ഉറപ്പായും. UDF കൊണ്ടുവന്ന വിസ്മയങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടാവും. അല്ല, അത് നമുക്ക് നോക്കാമല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നിങ്ങൾ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും പരിഹസിക്കാൻ ശ്രമിച്ചല്ലോ. ഇപ്പൊ 1/2 ഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ? ഇനി വേണോ? അല്ല, ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ? ഇനി വേണോ? നിങ്ങൾ ഇനി വിസ്മയം ഉണ്ടാവുമെന്ന് ചോദിക്കണല്ലോ ഇപ്പോ. അല്ല, നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരു 4 ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവുന്നു. ഇനി വേണോ? തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വേണോ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വേണം. ഇതൊക്കെ നോക്കിക്കോ നിങ്ങൾ. വേണമെങ്കിൽ കാണിച്ചു തരാം. വേണമെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റണ്ടേ? ഞങ്ങൾ ഇതിന്റെ അകത്തുള്ളവർക്കൊക്കെ കൂടി സീറ്റ് കൊടുക്കണ്ടേ? മനസ്സിലായി? എപ്പോ വേണമെങ്കിലും ഇനിയും കലാപത്തിന് തിരികൊളുത്തപ്പെടാം CPMൽ. അത്ര നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞങ്ങൾക്കിത് ഇപ്പൊ നടന്ന സംഭവങ്ങൾ ഞങ്ങളോട് പറയാണ്. ഞങ്ങൾക്ക് 1 വർഷം മുമ്പ് അറിയാം. ഞങ്ങൾ 1 വർഷം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഉത്തമ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ സഹയാത്രികരും വോട്ട് ചെയ്യാൻ പോകുന്നത് UDFനാണെന്ന് പറഞ്ഞു തുടങ്ങിയല്ലേ? അപ്പൊ ഇത് എന്താണ് ഈ പറയുന്നതെന്നൊക്കെയാണ് മനസ്സിലൊക്കെ വിചാരിച്ച ആളെല്ലാം നിങ്ങളല്ല. ഇപ്പൊ ക്ലിയർ ആയല്ല. ഇനിയും നിങ്ങൾ നോക്കിക്കോ. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇതിന്റെ തുടർച്ച കേരളത്തിലുണ്ടാവും. അല്ല, അതാ ഒരു നടപടിക്രമമുണ്ട്. ഒരു പാർട്ടിയല്ലേ? അത് വരുമ്പോ നിങ്ങൾ നോക്കിക്കോ രാവിലെ.
നിങ്ങൾ കണ്ട ഇതുപോലെയുള്ള വാർത്തകൾ സത്യവും വ്യക്തവും കൃത്യവുമായി അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ചുവട് പിടിക്കാതെ. എല്ലാവരും BMTV ന്യൂസ് മറക്കാതെ കാണുക. നന്ദി, നമസ്കാരം.